സ്ഥാനം ആർക്കൊപ്പമെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി തുടർച്ചയായ മൂന്നാം വിജയം നേടുമോ, അതോ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് പോലെ BJP അധികാരത്തിലെത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 19 കേന്ദ്രങ്ങളിലായി രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസിന് നഗരത്തിൽ ചില മുന്നേറ്റങ്ങൾ നടത്താൻ കഴിയുമെന്നും പ്രതീക്ഷയുണ്ട്. എന്നാൽ എക്സിറ്റ് പോളുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമാണ്. ആം ആദ്മി, BJP, കോൺഗ്രസ് ത്രികോണ പോരാട്ടം കണ്ട ഡൽഹി പിരിമുറുക്കത്തിലാണ്. ഡൽഹി ആർക്കൊപ്പം എന്നതിൻ്റെ ഉത്തരം ഏകദേശം 11 മണിയോടെ ലഭ്യമാകുമെന്നാണ് സൂചന. 70 അംഗ നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 36 സീറ്റുകൾ പിടിച്ചെടുക്കുന്ന പാർട്ടി അധികാരത്തിലെത്തും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശിലെ മിൽക്കിപൂരിലെയും തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിലെയും ഫലവും ഇന്നറിയാം. ഡൽഹിയിൽ എക്സിറ്റ് പോളുകൾ കൂടി നൽകുന്ന ആത്മവിശ്വാസത്തിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ BJP ആരംഭിച്ചെന്നാണ് സൂചന. സർവേ ഫലങ്ങളെ തള്ളുന്ന ആം ആദ്മി പാർട്ടി തികഞ്ഞ ആത്മവിശ്വാസമാണ് പുറമെ പ്രകടിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥികൾ മറുകണ്ഠം ചാടാതിരിക്കാൻ കനത്ത ജാഗ്രതയിലുമാണ്. സ്ഥാനാർത്ഥികളുടെ യോഗം പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഇന്നലെ വിളിച്ചുകൂട്ടിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ വോട്ടിംഗ് നിലയുടെ അവസാന കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. 60.54% കണക്ക് വൈകുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം ഉന്നയിച്ചിരുന്നു. കർശന സുരക്ഷയ്ക്ക് നടുവിലാണ് വോട്ടെണ്ണൽ. 19 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ത്രിതല സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ കേന്ദ്രത്തിലും 2 കമ്പനി കേന്ദ്രസേനയും ഡൽഹി പോലീസിന്റെ സംഘവുമുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ മൊബൈൽ ഫോൺ വിലക്കിയിട്ടുണ്ട്. CCTVകളും സ്ഥാപിച്ചു. ഫെബ്രുവരി 5 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2020 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏകദേശം 2.5% പോയിന്റുകളുടെ കുറവുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 70 അംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആകെ 50,42,988 പുരുഷ വോട്ടർമാരും 44,86,606 സ്ത്രീ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി. മുസ്തഫാബാദിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 69.01%. 2.9 ലക്ഷത്തിലധികം പുരുഷ വോട്ടർമാരും 1.8 ലക്ഷത്തിലധികം സ്ത്രീ വോട്ടർമാരും വോട്ട് ചെയ്തു. അതേസമയം മെഹ്റോളിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തി. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ന്യൂഡൽഹി സീറ്റ്, മുഖ്യമന്ത്രി അതിഷി പ്രതിനിധീകരിക്കുന്ന കൽക്കാജി, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ പ്രതിനിധീകരിക്കുന്ന ജംഗ്പുര, ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജ് പ്രതിനിധീകരിക്കുന്ന ഗ്രേറ്റർ കൈലാഷ് എന്നിവയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. 27 വർഷത്തിനു ശേഷം BJP തലസ്ഥാനത്ത് അധികാരം പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നത്. AAPക്ക് സാധ്യത കൽപ്പിച്ചത് വി പ്രിസൈഡ്, മൈൻഡ് ബ്രിങ്ക് പോളുകൾ മാത്രമാണ്. വി പ്രിസൈഡ് AAPക്ക് 46-നും 52-നും ഇടയിലും മൈൻഡ് ബ്രിങ്ക് 44-നും 49-നും ഇടയിലാണ് സീറ്റുകൾ പ്രവചിച്ചത്. മാട്രിക്സ് ആകട്ടെ BJPക്കും AAPക്കും തുല്യ സാധ്യതയും കൽപ്പിച്ചു. ബുധനാഴ്ച രാത്രി പുറത്തുവന്ന 10 എക്സിറ്റ് പോളുകളിൽ 7-ഉം BJPക്ക് വൻ വിജയമാണ് പ്രവചിച്ചത്. പീപ്പിൾസ് പൾസ്, പോൾ ഡയറി, പീപ്പിൾസ് ഇൻസൈറ്റ് എന്നിവയാണ് ഏറ്റവും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്. എന്നാൽ AAP എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുകയായിരുന്നു. ആം ആദ്മി, BJP, കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് ഡൽഹി വേദിയായത്. 96 വനിതകളും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ 699 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. 10 വർഷമായി സീറ്റൊന്നും കിട്ടാത്ത കോൺഗ്രസിനും 28 വർഷമായി ഭരണത്തിന് പുറത്തിരിക്കുന്ന BJPക്കും ഇത് അഭിമാന പോരാട്ടം കൂടിയാണ്.